നല്ല മഴയായിരുന്നു ഇന്നലെ വൈകുന്നേരത്ത് പറഞ്ഞാൽ രാത്രിയിൽ. എന്നാൽ കുട്ടികൾക്ക് ക്ലാസ്സൊന്നുമില്ല, ഒക്കെ ഇവിടെ ഉണ്ട്. ആർക്കുമില്ലേ എണീക്കാൻ മടി, എല്ലാവർക്കും. നമുക്ക് എണീക്കാൻ മടി കേട്ടോ, മഴ ഇതും കൊണ്ട് തണുപ്പും മഴയും ഒക്കെ പാടെ. നീച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ ഉള്ളിലത്തെ പണി തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലെ 3 ആവി എടുത്തു വിട്ടപ്പോൾ ഇഡ്ഡലി. അപ്പം ഞാനെന്ത് വിചാരിച്ചെന്നറിയോ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ലേ ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ. ഇരുന്ന് കഴിക്കല്ല, മക്കളുണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ അവർ കഴിച്ചോളൂന്ന് വിചാരിച്ചു. ഇരുന്ന് കഴിക്കാനൊന്നും സമയമില്ല നമുക്ക്, ഓടി കഴിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ചട്നി ഞാൻ നേരത്തെ അരച്ച് വെച്ചു. എന്താണെന്നറിയോ, എന്നാൽ ചൂടോടെ ഇഡ്ഡലി കഴിച്ചോട്ടെ, മഴയില്ലേ ചൂടോടെ കഴിച്ചോട്ടെ പറഞ്ഞിട്ട്. പിന്നെ ചമ്മന്തിപ്പൊടിയും ചട്നിയാണ് കേട്ടോ. ഈ അടുപ്പിലായി കഴിഞ്ഞാൽ വേഗം തന്നെ കൂട്ടാൻ വെക്കണം. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട് കേട്ടോ. അപ്പം അതിന് പോകുമ്പോഴേക്കും യാത്രകളില്ലാവോന്ന് പറഞ്ഞു. ഇപ്പൊ യാത്രയില്ലേ, അയ്യോ നിൽക്കാൻ നേരില്ലാത്ത യാത്രകളായില്ലേ. അത് സാരമില്ല, അത് രസമല്ലേ. നമ്മളിത് എങ്ങനെ പറയാ, കഷ്ടപ്പെടുന്നതിന് കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ സത്യം പറയുക, ചില ചേച്ചിമാരെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ അല്ലേ. ഓടിപ്പരന്ന് പല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടില്ലേ അല്ലേ. ചിലർ അച്ചാർ ബിസിനസ്, ചിലർ പപ്പടം എന്നൊക്കെ, ഇതൊക്കെ ഓരോന്ന് എത്തിക്കുന്ന കണ്ടില്ലേ. വീട്ടിലെ പണി മക്കളുടെ പണി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ക്ലിനിക്കിൽ പോണ സമയത്ത് നമുക്കില്ലേ ഇത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. കാരണം നമ്മൾ രാവിലെ ഇവിടുന്ന് ഒരു 8:20 ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം എന്തായാലും ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മൾ വീടെത്തുമല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് ഫുൾ ടൈം നമുക്ക് ബിസിയാണ് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ അതാണ് നല്ലത്, അതാണ് വേണ്ടത്. ഏത് സമയം നമ്മൾ ബിസി ആയിരിക്കും അതാ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ബിസി ആയിരിക്കുന്നതിൻ്റെ ഇതും കൂടി പറയട്ടെ, നമുക്ക് മൈൻഡിൽ ഒന്നും ചിന്ത വരില്ല, ഇത് മാത്രമായിരിക്കും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം കൂടി കഴിച്ചോ, നോക്കുമ്പോൾ സമയം വൈകിട്ടുണ്ടാവും. അതിപ്പോൾ എന്താ വെച്ചാൽ ഒന്നാലോചിച്ച് നോക്കുമ്പോഴല്ലേ, പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. എന്തൊരു കാര്യം പുതുതായിട്ട് ചെയ്യുമ്പോഴും നമുക്ക് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് അറിഞ്ഞ് അത്ര പ്ലാനിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ടെൻഷൻ വരില്ല. ഇന്നലെ ഇതിപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ പുതുതായിട്ടൊരു കാര്യം ചെയ്യല്ലേ, ഇന്നലെ ബുദ്ധിമുട്ടുണ്ടാവും. 2 ദിവസം മുമ്പ് പട്ടാമ്പിത്തെ ഒരു ചേച്ചിനെ വിളിക്കാറുണ്ട് കേട്ടോ. ആ ചേച്ചി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയണേ, റസി ഇതിൽ വിജയിച്ച് നിങ്ങളെല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചിട്ട് റസി എപ്പോഴും പറയില്ലേ, ചെറിയതാണ് ചില സ്വർണത്തിൻ്റെ ഒരു മാല ഇടാൻ നല്ല ആഗ്രഹമുണ്ട് എന്നുള്ളത്. റസിക്ക് സ്വർണത്തിൻ്റെ ഒരു മാല ഇടാനുള്ള ഈ ഭാഗ്യം ഉണ്ടാവട്ടെ. കേട്ടില്ലേ കേട്ടത് പറയണത്? എനിക്കത് അവർക്കത് കേട്ടപ്പോൾ ഭയങ്കര മനസ്സിക്ക് ഭയങ്കര ഒരു വിഷമമായിന്ന്. അപ്പോൾ ഇതിൽ കൂടെ നടക്കട്ടെ എന്ന്. അതാ ചായ വെച്ചിക്കണു. സുകന്യ കണ്ടോ, കട്ടൻ ചായ കവറിലാണെന്ന് പറഞ്ഞു. ഉണക്കമാന്തൽ പാല് കുട്ടികൾക്ക് രാവിലെ ഇത് കഴിച്ചാൽ നിങ്ങൾ അത് കഴിക്കില്ല, അപ്പൊ ഇത് വൈകുന്നേരത്തേക്ക് അവൾക്ക് പോണം. തൈര് ചക്കക്കുരു കുമ്പളങ്ങ കായ അല്ല, തൈര് ചക്കക്കുരു കുമ്പളങ്ങ. തൈരിന്റെ അല്ല, ചക്കക്കുരുവിന്റെ. ചക്കക്കുരു പാലൊഴിക്കുന്നതിൻ്റെ മുമ്പ് മാന്തളും മുളക് വറുത്ത പുളിയും. എന്തെങ്കിലും കറി വയ്ക്കുമ്പോഴല്ലേ അതിൻ്റെ കൂടെ ചെറിയൊരു ഉണക്കൽ വറുത്തതുണ്ടെങ്കിലേ സുഖമാണ് കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, കൊണ്ടാട്ടമുളകും ഉണ്ട്. എന്താണ് അമ്മു ഞാൻ അച്ചുട്ടിയുടെ അടുത്ത് രാവിലെ നീച്ചപ്പോൾ എന്ത് പറഞ്ഞോന്നറിയോ, ആ ഭാഗത്തു കൂടെയൊക്കെ അച്ചുവിന് മാത്രമല്ല കേട്ടോ, അമ്മൂനും പണിയുണ്ട്. ആ ഭാഗത്തു കൂടെയൊക്കെ തുണികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ചുട്ടിയെ ആ തുണിയൊന്ന് മടക്കി വയ്ക്കുന്നാലാണ് അടുത്ത തുണി ഇടാൻ പറ്റുള്ളൂ പറഞ്ഞു. തെറ്റിയില്ലേ, വേഗം തെറ്റി. അമ്മു ചായ കുടിക്കാതെ ഇറങ്ങില്ല പറഞ്ഞു. പക്ഷെ അച്ചു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും കേട്ടോ. നമ്മൾ ആരും ഒന്നും അവളെ പറയാൻ പാടില്ല. അവളെ അങ്ങനെ പൊന്നിരിച്ചിട്ട് അച്ഛമ്മ അത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എല്ലാ പണിയും ചെയ്യും, വലിയതും കൂടി ചെയ്യും. ഇന്നലെ രാവിലെ നീച്ച് വന്നതും മഴ ഒന്ന് ചെറുതായി ചാറിയിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ മിറ്റടിക്കുക ചുട്ടി പറഞ്ഞപ്പോൾ
എവിടെ അമ്മ അടിക്കേണ്ടത്, ഇവിടെ മാത്രമാണ് അടിക്കേണ്ടത് അവിടെ അടിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ വേഗം അവിടെ അടിച്ചു. അമ്മ ചായ കുടിച്ചിട്ട് ഉള്ളിൽ അടിച്ചോട് തുടങ്ങണ്ടാ. ചായ കച്ചവടം തുടങ്ങി. ചായ ചായ ചായേ. റെയിൽവേ സ്റ്റേഷൻ മാലുണ്ടല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ പോലുണ്ടല്ലേ അറിയാം. എന്താ ചട്നി പച്ചമുളക് ഇട്ടേക്കണം കേട്ടോ. കട്ടൻ ചായ വേണ്ടാന്ന്. കട്ടൻ ചായ കുടിച്ച കറക്കുമോ? എന്താ കുഞ്ഞ്? അയ്യോ കുഞ്ഞാ, കട്ടൻ ചായ കുടിക്കാൻ പാടോ? പാടോ? അതല്ലേ വല്യമ്മയൊക്കെ കറുത്തത് കട്ടൻ ചായ കുടിച്ചിട്ട്. അതല്ലേ വല്യമ്മയൊക്കെ കറുത്തത്. നോക്കിയക്ക. എപ്പോഴാ അങ്ങനെ വെറുതെ തമാശക്ക് പറഞ്ഞ അമ്മു കാര്യായി. പാൽ ചായ വെച്ചിട്ടുണ്ടടാ. കുഞ്ഞാ ഇഡ്ഡലിയും ചട്നി ഇപ്പൊ കഴിക്കണോ? ഇപ്പൊ കഴിക്കണോ? പിന്നെന്താ കഴിക്കണേ? എരിവില്ല ചട്നി. ചട്നി വെറുതെ തേങ്ങ അരച്ച് ചൂടാക്കിയെടുക്ക. ഉപ്പുമില്ല മുളകുമില്ല. ചട്നി ഇല്ലേ, ഈ പേടിക്കേ വേണ്ട. ഞാൻ ചട്നി അരയ്ക്കുമ്പല്ലേ നമ്മുടെ പൊട്ടുകടലയും ഉണക്കമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചട്നി അരച്ചിട്ടില്ലേ, ചാറാക്കാൻ പാടില്ല. കട്ടയിട്ട് കട്ട ചട്നി ഉണ്ടാക്കില്ലേ തേങ്ങയും പാടെ കൂട്ടിയിട്ട്, അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ചില കടകള് തട്ടുകടയിൽ പോകുമ്പോ അയ്യേ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അതല്ല പറയണത്, അങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ആ ചട്നി ഭയങ്കര ഇഷ്ടമാട്ടോ. കട്ടയിട്ട് കിട്ടില്ല. നമ്മുടെ നെയ് റോസ്റ്റിന്റെ കൂടെയൊക്കെ കിട്ടും. നമ്മൾ ആലപ്പുഴ പോയപ്പോല്ലേ തേങ്ങ ചട്നിയിൽ മുളക് ഇട്ടിട്ടില്ല. അല്ല ഞങ്ങള് കടയിൽ നിന്ന് കഴിച്ചില്ലേ, ഒരു ഫേമസ് ഹോട്ടലിനാ കഴിച്ചില്ല കേട്ടാ. എന്താ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അത്. പക്ഷെ അതില് നമ്മൾ നോക്കുമ്പോ തേങ്ങയുടെയും എന്താ നെയ്യിന്റെയും കടുകിന്റെയും മാത്രം ടേസ്റ്റ് കേട്ടാ. ആര്യാസില് അതൊരു പ്രത്യേക ടേസ്റ്റ് തോന്നി എനിക്ക്. അങ്ങനെയാണല്ലോ. എന്ത് തോന്നണ? ബന്ധു എന്താ തുണിയില്ലേ, തുണി വെച്ച് കഴിഞ്ഞാൽ സുഖാട്ടോ, വെള്ളത്തുണി. പക്ഷെ ആ തുണി എവിടെയെന്ന് കാണാനില്ല. സുകന്യെ അച്ചമ്മയ്ക്ക് ഇഡ്ഡലി, അച്ചമ്മയുടെ ഒക്കെ കഴിക്കൽ എപ്പോഴോ കഴിഞ്ഞു. അമ്മയ്ക്കൊക്കെ എപ്പോഴോ. ഞാനതാ വേഗം ചട്നി ഇതും അരച്ചത്. പിന്നെ അമ്മയുടെ പല്ല് പറിച്ചതല്ലേ, ഇതാവുമ്പോ ഇങ്ങനെ മിണിങ്ങി വിടാലോ. എളുപ്പമാണല്ലോ. അമ്മൂട്ടിയുടെ പല്ല് കെട്ടണം. സുകന്യെ നിന്റെ പല്ലെന്താ ചെയ്യണ്ട്? സുകന്യയുടെ നാവ കട്ടുണ്ട്, പല്ലല്ല അല്ലേ? സുകന്യയുടെ നാവ കട്ടുണ്ട്, പല്ലല്ല. അത് പുറത്തേക്ക് കെട്ടിക്ക്. ഓണത്തിന് നമ്മളേ എന്താ ഓണത്തിന് പറ, ഓണസാരി എടുക്കില്ലേ? അപ്പൊ നല്ല ജിമിക്കൊക്കെ വലുത് വാങ്ങണം അല്ലേ അമ്മു? അമ്മുട്ടി എനിക്കതല്ല രസം. നല്ല വലുപ്പമാണോ? ആനയുടെ വലുപ്പമാണ്. അലുമിനിയക്കട കൊട്ടിക്കോളും, രണ്ട് സൈഡും പറയാ. നല്ല വലുപ്പമാണ്. ഇത് അപ്പൊ ഇവിടെ വാങ്ങിച്ചോ, ആ വലുപ്പം പോരെ? ഇനി വലുപ്പമാണോ? അതിനെക്കാട്ടിലും വലുപ്പം വേണോ? ഇവിടെ ഉള്ള നല്ല വലുത് രണ്ടെണ്ണല്ലേ, അതിനെക്കാട്ടിലും വലുപ്പമാണ് അത്ര. ഇരിക്കട്ടെ, വാങ്ങിക്കോളൂ. നിങ്ങളുടെ ആഗ്രഹം. നമ്മളില്ലേ ചൂടാറിയില്ല, ചൂടാറ ഇവരില്ലേ ഓരോന്നും ഇവര് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മളോട് പറയും +2 അല്ലേ, +2 ഹൈസ്കൂള് കഴിയല്ലേ അല്ലേ? ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും ഒരാൾ ഫോൺ വേണമെന്നാ പോരെ ഫോട്ടോ എടുക്കാൻ? എന്റെ അടുത്ത് ചോദിക്കാൻ എന്റെ ഫോണ് തരുമോന്ന്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ടേ അന്ന്? ചട്നി എന്താ ചട്നി ചിട്ടാ? വെള്ളച്ചട്ടിനി രസണ്ട്. പൊടി വേണോ?
ഏയ് എന്താ വളയണ്? വളയണ്ട ഏ പോയി കോഴിയോ? ആ എന്റെ കയ്യിൽ നിന്ന് കോഴി. ആ ഇനി എവിടേക്ക് പോണ്? ഏ ആ അവിടെ ഇരുന്നോ. ഫോണേ ഇപ്പോൾ ഡിഗ്രിക്ക് എന്താ കുട്ടികളെ ചേർത്താൻ പോയപ്പോൾ അവിടുത്തെ സ്കൂളത്തെ സാർമാർ ചോദിക്കത്രേ ഫോണുണ്ടോ മക്കളുണ്ട് മക്കളുടെ അടുത്ത് ഫോണുണ്ടോ ചോദിക്കത്രേ. നമ്മൾ കാരണം വർക്കുകൾ ഫുള്ളും വരുന്നത് ഫോണിലല്ലേ. ഇപ്പോഴും കുറേ കുട്ടികൾക്ക് നമ്മുടെ ഒന്നും ഇത് പറയല്ല കേട്ടോ, ചില മക്കൾക്കൊന്നും ഫോണൊന്നും സ്വന്തമായിട്ടില്ല, ഫോൺ കൊടുക്കില്ല. ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് ഫോൺ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ വെച്ചാൽ ആവശ്യം കഴിഞ്ഞതും നമ്മളില്ലേ ഷേപ്പൊക്കെ പോയി, അതാണ് പറയുന്നത്. പിന്നെ മുറിച്ച് ഇഡ്ലിയുടെ നമ്മുടെ മക്കൾക്കൊന്നും ഫോണില്ല കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ ഇപ്പോഴൊന്നും അവർക്ക് ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. വർക്കുകൾ വരിക വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് വരിക, നമ്മളപ്പാ കുറച്ച് നേരം ഫോൺ കൊടുക്കുക, അപ്പം അതിന് ഇവിടെ ഒരു അംഗം ഉണ്ടാവും. ഇത് നമ്മുടെ കണ്ണ് തെറ്റിയല്ലേ, അപ്പോൾ ഒരു റീല് കാണുകയാണേ, അപ്പം റീല് കാണും. എന്നിട്ട് നമുക്കൊന്നും ഇവരുടെ ആരുടെയും അറിയില്ല. അത് ഇൻസ്റ്റ ആണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തു, യൂട്യൂബ് ആണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തു, ഫേസ്ബുക്ക് ആണെങ്കിൽ ഇല്ല. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്നാലും ശരി. ആ ആരെങ്കിലും നമുക്ക് ആ ഫോണിക്ക് ഏതെങ്കിലും ഒരു റീലിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ടാവും, അവർ ആരുടെ കയറിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ വിചാരിക്കും, ഞാൻ ഏട്ടനും വിചാരിക്കും ഇതൊന്നും ഇല്ലല്ലോ, ഇതെങ്ങനെ ഇവർക്ക് കിട്ടുന്നതെന്ന്. അപ്പം പറയുക എന്താ കുട്ടികൾ പറയും ഞങ്ങൾക്ക് മാത്രമേ തരാത്തുള്ളൂ, ഞങ്ങളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഫോണുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരികളുടെ അമ്മയും അച്ഛനൊക്കെ സമ്മതിക്കും പറയും. ഞാൻ പറയും അവരും ഇവരും ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ എന്തിനാ കൊടുക്കണത്. എന്നിട്ട് ചിലപ്പോൾ എന്താണെന്നറിയും, ഇപ്പോഴത്തെ അടവ് ഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഫോണിലാണ് വർക്ക് വന്നതേ, ആ ഫോൺ തരാണ്ടല്ലേ പറയും. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ച് കൊടുക്കണില്ലേ. അങ്ങനെയൊക്കെ തന്നെയല്ലേ എത്ര കാലം പഠിച്ചായിരുന്നു. ആ കണ്ട പറയണത് അന്നപ്പോ ഈ അസൈൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴാണ് അസൈൻമെന്റ് വന്ന്. അതെ ഇതുവരെയ്ക്ക് ഉണ്ടാകേണ്ടത് തെറ്റി. അച്ചുവിന് കഴിക്കാറായോ? അച്ചുമണി കഴിച്ചോ? കഴിച്ചോളിൻ, എല്ലാരും കഴിച്ചോ? കുളിച്ചിട്ടൊക്കെ മതി. അച്ചുമണി അച്ചുട്ടിയെ ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് കായ എടുത്തിട്ട് വന്ന സ്വന്തം കായ കൂട്ടാൻ വെക്കാന്ന് കിട്ടാൻ. കായല്ല കായ കേട്ടോ, കായമല്ല കായ വേണ്ട. ഈ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, എല്ലാ സാധനം ഇവിടെ തന്നെ ആയാൽ മതിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ചില്ലറ പണിയല്ല. അപ്പോൾ ഇതിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു, നമ്മൾ ഇത് തുടങ്ങിയല്ലോ, ഈ തുണി തുടങ്ങിയത് അനിയന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അവരെന്താ സംസാരിക്കുക, അത് പ്രസീവ് സംസാരിക്കണമെന്ന് ചോദിച്ചിട്ട് പറയുന്നു. അവർക്ക് കാര്യം അതിൽ പറഞ്ഞുതരാം. ആദ്യം തന്നെ എന്താ തുടങ്ങാത്തവർക്ക് സംശയമുള്ളവർക്ക് കൃത്യമായിട്ട് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള ആരോടെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് ആ ഫോൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് നിങ്ങളൊരു കാര്യം സംസാരിക്കും. എന്നിട്ട് അത് സംസാരിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഒന്ന് ചെയ്യണ്ട, അതൊന്ന് ശ്രമിക്കും, അല്ലെങ്കിൽ അത് ചെയ്യും. അപ്പോഴറിയാം നിങ്ങൾക്ക് എന്താണ് ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ സ്വകാര്യമായിട്ട് ഫോണിലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആദ്യം വിഷമം ടെൻഷൻ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ അത് ചെയ്താലേ അറിയൂ. മനസ്സിലായോ? ശരി. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ വീഡിയോയുടെ മുമ്പിലേക്ക് വരിക വെച്ചാൽ അവരിൽ മുഖം പൊത്തും, വേണ്ട പറഞ്ഞിട്ട്. അതേപോലെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ് കേട്ടോ, നമ്മളൊരിത് പറയില്ല, ഫോട്ടോ എടുക്കുന്ന സമയത്ത് അയ്യോ ഇത് ഭംഗിയില്ല, ഇത് കളയട്ടെ. അങ്ങനെയാണ് ഓരോരുത്തർക്ക് വീഡിയോയ്ക്ക് വരാനും സംസാരിക്കാനും. അപ്പോൾ സുകന്യ എന്നെ അനിയേട്ടൻ എന്തെങ്കിലും അവളോട് പറഞ്ഞു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇത് ചിരിച്ച് കളിച്ച് അവളൊന്ന് കളിയാക്കിയാലാണ് അവൾ തിരിച്ചെന്തെങ്കിലും പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് പറയുന്നതല്ല, പറയിപ്പിക്കുന്നതാണ്. ഓരോ തമാശ എന്തെങ്കിലും പറഞ്ഞ് അതിനനുസരിച്ച് അവൾ പറഞ്ഞു പോകുന്നതാ. നേരെ മറിച്ച് അവിടെ നിന്നൊരു കാര്യം പറഞ്ഞിട്ട് എന്താണ് നമുക്ക് വെയ്യാതെ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാത്ത എന്താണ്? എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സുകന്യയുടെ ഒരു 5 മിനിറ്റ് ഫുള്ളാവുന്ന രീതിക്ക് ഒരു വ്ളോഗ് ചെയ്യണം പറഞ്ഞാൽ സുകന്യയുടെ ആവണില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ്. ഒന്നും പറ്റുന്നില്ല. രണ്ടാമതായതിൻ്റെ ഒരുപാട് ഇതിനൊക്കെ മുന്നേ ചെയ്ത വീഡിയോസ് അവൾക്ക് ഒരുപാട് ചീത്ത കമൻറ്റുകൾ ഒരുപാട് അവർക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേടി അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് കുറവ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറവ് കാരണം നമ്മൾ മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യുക. അതിൽ കൂടുതൽ ഞാൻ ചുരുക്കിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം.
നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നതിന് മുന്നേ ഞാനാണ് ഇതൊക്കെ തുടങ്ങിയത് അല്ലേ? ഞാനാണ് ചാനൽ തുടങ്ങിയത്. എൻ്റെ കണ്ടൻറ്റുകൾ, എൻ്റെ പണിയുടെ കണ്ടൻറ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചാനൽ തുടങ്ങിയാണ്. എനിക്ക് ആ കഴിവില്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നി. ഞാനപ്പോൾ അതിന് പിന്തിരിയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഫുള്ള് പിന്തിരിയല്ല ചെയ്ത്. എനിക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയാമായിരുന്നു. എനിക്ക് ആ കഴിവില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് ആ കഴിവുണ്ട്. അവരെ മുന്നിൽ നിർത്തിയിട്ട് അവർ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതിലൊരു വിജയം, അല്ലെങ്കിൽ അതാരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സംസാരിക്കാൻ കഴിവുള്ള നിനക്ക് വരേണ്ട ഒരു സമയം വന്നു, നീ വന്നു, അതെല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ കുറവുകളാ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നുവെച്ചെങ്കിൽ ഈ രീതിക്കാവുമോ? അപ്പം നമുക്ക് നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായിച്ചെങ്കിൽ നമ്മളത് നികത്താൻ മറ്റൊരു വഴി കണ്ടെത്തേണ്ടി ചെയ്യും. സുഗന്യക്കും സതിക്കും വർത്തമാനം പറയാനൊരു കഴിവില്ല. അതുകൊണ്ട് വർത്തമാനം പറയാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ മുമ്പില്ലേ, നമ്മുടെ കുടുംബത്തിലില്ലേ? ആ ഒരാൾ പോരെ? ആ ഒരാൾ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അറിയുന്ന ഒരാളില്ലേ? ഇത് എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആളില്ലേ? ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം നമ്മൾ തുടർന്ന് പോണത്. അതല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പം അതാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. 1. 2, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം നമുക്കുണ്ട്. തിരിച്ച് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണോ? അതിനെന്താണ് തെറ്റ്? അല്ല, ഞാൻ ഒരു കാര്യം നമുക്കത് ഒരാളോട് കച്ചറ കൂടാനോ ദേഷ്യപ്പെടാനോ ഒന്നല്ല. നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മളത് ഉദ്ദേശിക്കുള്ളൂ. നമ്മൾ ഇതില് അവർക്ക് വ്ളോഗ് ചെയ്യാനോ അവർക്ക് വീഡിയോ ചെയ്യാനോ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവുകേടായിട്ട് അവരവിടെ ഇരുത്തലല്ല. നമ്മൾ അപ്പോഴും അവരുടെ വീഡിയോ കൂടെ അവിടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് നാളെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു. അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്കും ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ അവർക്കും ചെയ്യാം. ഇതിനൊന്നും ഒരു തടസ്സം ഇവിടെ ഇല്ല. ഞങ്ങളില്ലേ ഇതുവരെ നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ചിന്ത വരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതുവരെ അല്ലേ ഇത്രയും കാലം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 1 കിലോ പഞ്ചസാര വാങ്ങിയാലും നമുക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ചാലും കുട്ടികൾക്ക് വാങ്ങിച്ചാലും ഞങ്ങൾക്ക്. അല്ലാതെ ഇപ്പൊ ഈ കമന്റ് കാണുമ്പോൾ സുകന്യ സദ്യ നാളെ ആവുമായിരിക്കാം, ഇതുവരെ ആയിട്ടില്ലല്ലോ. നാളെ ചിലപ്പോൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറുണ്ടാവും. എന്നാലും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഒന്നിച്ചാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്കില്ലേ ഈ അവസരം ഒരു എങ്ങനെ പറയുക 6-7 വർഷം മുമ്പേണ് കിട്ടുന്നത് പറഞ്ഞു വെച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യായിരുന്നു എന്നറിയോ? നമുക്ക് എല്ലാവർക്കും താമസിക്കാനുള്ളൊരു വീട് ഉണ്ടാക്കുകയായിരുന്നു ലേട്ടാ ചെയ്തിരുന്നു, താഴെയും മുകളിലുമായിട്ട് അല്ലേ? ജീവനെന്താണ് ഇതിന്റെ മേത്ത് കൊണ്ടൊന്ന് തുടക്കുന്നത്? ഒരു കഷ്ണം ഒരു ഇഡ്ഡലി കഴിക്കുള്ളൂ പറഞ്ഞാൽ ഒരു ഇഡ്ഡലി അല്ല. ഇന്നത്തെ നമ്മുടെ ഈ ഒരു എങ്ങനെ പറയുക വീഡിയോ എടുക്കൽ അപ്പോൾ എല്ലാവരും പാടെ ഒരു ഇതായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു സത്യമായിട്ട് ചെയ്യുക. കുറച്ചും കൂടി 2 പേർക്കും പാടെ കുറച്ച് നല്ല ഒരു ബാധ്യത വാങ്ങിയിട്ട് മുകളിലും താഴെയായിട്ട് എടുക്കുകയായിരുന്നു. പക്ഷെ അന്നത് ചെയ്യാൻ നമ്മളെന്താ വിചാരിച്ചാൽ നമ്മുടെ മക്കൾ പെൺകുട്ടികൾ ആ ഒരു ചിന്തയിൽ നമ്മൾ നിന്നിട്ടോ. ഇപ്പോഴാണ് നമുക്ക് സത്യം പറയാച്ചാൽ മനസ്സിലായത് എന്ത് കുട്ടികൾക്കും കൂടി വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. അതെങ്ങനെ വിട്ടുപോകാൻ പറ്റുക? ഇപ്പൊ കുട്ടികളാണ് പാത്രത്തിന് ഊണഴിക്കുന്ന രീതിക്ക് അവർ വളരുമ്പോൾ അവർക്ക് എങ്ങനെ വിട്ടുപോകാൻ പറ്റും? ഇപ്പോഴാണ് കുട്ടികൾക്കില്ലേ ആ കുട്ടികൾക്ക് ഇവരില്ലാതെയും പറ്റില്ല, ഇവർക്ക് അവരില്ലാതെയും പറ്റില്ല. ഇപ്പൊ നമ്മൾ പുറത്തു പോയി എന്തെങ്കിലും കഴിക്കുകയെന്ന് പറഞ്ഞു വെച്ചാൽ തന്നെ പറയും, ഇവർ കഴിക്കുമ്പോൾ പറയും അമ്മ അവർക്ക് വാങ്ങണ്ടേ, അവർക്ക് ഞങ്ങൾ അധികം പോവുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പാടെ പോകുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇവർക്ക് ഫാൻസി സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ 5 ആളായിട്ടൊക്കെ അല്ലെങ്കിൽ 3 ആളായിട്ടൊക്കെ പോകും. അപ്പോൾ എന്തെങ്കിലും കഴിക്കുക വെച്ചാലും കൂടി അവരതാ പറയുക കേട്ടോ. പിന്നെ എന്താ ഞാൻ പറയട്ടെ, ഞാൻ വീഡിയോയുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മളൊരു കുടുംബമാണ്, നമ്മൾ എല്ലാവരും നന്നാവണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും നന്നാവണം. അപ്പോൾ അറിയുന്ന ഒരാൾ പറയുന്നു അതിൽ ഞാൻ പറയല്ലേ, ചിലപ്പോൾ ഇതിൽ അറിയാതെ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതെന്താ പൊട്ടത്തരം പറയുന്നത് അല്ലെങ്കിൽ അത് പറയുന്നത് ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ അവർക്കുള്ള ആ വിശ്വാസം ആത്മവിശ്വാസം പോവുകയാണ്. കാരണം എത്രയും ആൾക്കാർ കമൻറ്റ് കൂടെ ചോദിച്ചു അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കണ രീതിയിലാണ്. എത്ര ആൾക്കാർ പറയും അത് സാരമില്ല മുന്നോട്ട് വാ എന്ന് പറഞ്ഞാലും നമുക്കില്ലേ അതൊരു ഭയങ്കര ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടോ. ചിലവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവർക്കും എന്നല്ല. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പാട്ട് പാടിയിട്ട് റീലിട്ടില്ലേ, എനിക്കറിയാം അത് നന്നായില്ലെന്ന് എനിക്കറിയാം. ഓരോരോ ഇഷ്ടങ്ങളാണ്. എനിക്കറിയാം ഞാൻ പാട്ടുകാരനൊന്നല്ല. വെറുതെ അപ്പോഴത്തെ ആ ഒരു വീഡിയോ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടു മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലൊരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു നമ്മളൊരു പാട്ടുകാരനല്ലെങ്കിൽ 2 പേര് പാടിയപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാളെ ഒരു പാട്ട് ധൈര്യത്തിൽ പാടാൻ പറ്റും. നേരെ മറിച്ച് അത് ഒരുപാട് പേര് കളിയൊക്കെയാണ് ചെയ്ത് പറഞ്ഞാൽ നാളേക്ക് അത് ചെയ്യാൻ പറ്റുമോ?
നമുക്ക് അങ്ങനെ വന്ന് ഇരിക്കാൻ ഇതില് പറ്റില്ല, ആ ധൈര്യം കിട്ടില്ല. ഇതിൽ ഈ ഒരു യൂട്യൂബ് വന്നതിൽ നമുക്ക് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ, നമ്മളോട് ഒരു വിഭാഗം ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യമുള്ള പോലെ, ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ല ഇഷ്ടമുള്ള പോലെ. സത്യം അറിയാച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്തെങ്കിലും അവർക്ക് ആ ഒരു കമന്റിൽ കൂടെ വീഡിയോ കൂടെ എന്തെങ്കിലും അവർ ഒരു ഇങ്ങനെ കുറ്റം പറയണം പറഞ്ഞാൽ എന്ന് മാത്രമേ ഉള്ളൂ. സമാധാനം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ എന്താ ഒരു സങ്കടം ഉണ്ട്, ഇതുപോലെ നമ്മുടെ കുടുംബം ആവണില്ലല്ലോ അല്ലെങ്കിൽ അതൊക്കെ ഇതാവണില്ലല്ലോ പ്രശ്നം. എന്നുള്ള പിന്നെന്താ, അങ്ങനെ അങ്ങനെ കുടുംബം കിട്ടുന്നില്ലല്ലോ എന്നുള്ള എനിക്ക് എൻ്റെ സംസാരം കേൾക്കുന്നതിന് പലർക്കും മനസ്സിലാവും ഞാൻ പറയുന്നത് വ്യക്തത ഇല്ല ഒന്നിനും. കാരണം ഞാൻ പറയുന്ന പല വാക്കുകളും എനിക്ക് സംസാരിക്കാൻ കിട്ടാത്ത കാര്യങ്ങളാണ്. അതൊക്കെ എൻ്റെ കുറവുകൾ. ആ കുറവുകളെ എനിക്ക് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന നമ്മളിത് ഒരാളെ മുന്നിൽ പിടിച്ചിട്ട് എന്താ വെച്ചാൽ എല്ലാവർക്കും എന്താ വെച്ചെങ്കിൽ അത് ഇഷ്ടമായില്ലേ. അപ്പൊ അതാ ഒരാളുടെ കുറവെന്തോ എന്നുള്ളതല്ല, ആ കുറവ് നികത്താൻ മറ്റൊരു വഴി ഉണ്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മള് ആരെന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടെ കുടുംബത്തെ തള്ളിക്കളയാനോ മാറ്റി നിർത്താനൊന്നും താല്പര്യമില്ല, പിന്നെ അതായിട്ട് ഇഷ്ടമല്ല. അങ്ങനെ നമ്മളങ്ങനെ ജീവിച്ചിട്ടുമില്ല. ഇതുവരെയൊക്കെ എങ്ങനെ പോകുന്നു അതിനേക്കാൾ നല്ല രീതിക്ക് പോകണം തന്നെ ഇനി ആഗ്രഹിച്ചിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ കണക്കോ കാര്യങ്ങളോ നോക്കാതെ ഒത്തൊരുമയോടെ പോയിട്ടുണ്ട്. നമുക്കുണ്ടെങ്കിൽ അവർക്കും ഉണ്ട്, അവർക്കുണ്ടെങ്കിൽ നമുക്കും ഉണ്ട്. അത്രയെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അനിയനെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന സാധനം ടേബിളിന് മേലെ വെക്കുന്ന പതിവേ ഉള്ളൂ. അത് ആർക്ക് വേണമെങ്കിൽ എടുക്കാം, ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. ഒരു സാധനം നമ്മൾ മാറ്റി വെക്കുന്ന ഒരു പതിവില്ല. അത് അവിടെ എങ്ങനെയായാലും ശരി, ഇവിടെ എങ്ങനെയായാലും ശരി, പിന്നെ അങ്ങനെ ആവണം ഒരു കുടുംബം. പിന്നെ അത് മാത്രമല്ല, ഇനി ഏട്ടൻ്റെ താഴെയുള്ള അനിയനും വന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിപ്പോൾ വേറൊരു അവര് നിന്നിട്ട് ഞങ്ങൾ സഹായിക്കണേ, ഞങ്ങൾ ഇന്നത് ചെയ്യണ്ടെന്ന് അവർ പറയില്ല. അപ്പോൾ അവർക്കും ഒരവസരം എന്താ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിർബന്ധത്തിനാണ് ഇവർ ചെയ്ത്, അതേപോലെ തന്നെ നമ്മൾ അവരോടും പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത്. അവർ നാളെ മുന്നോട്ട് വരികയാണ് പറഞ്ഞു വെച്ചാൽ അപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കും കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ. ഒരു കാര്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. സപ്പോർട്ട് നമ്മൾ ചെയ്യാതെ നമ്മളതിന് മുന്നിൽ നിൽക്കലും മാത്രമല്ല, സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ് അല്ല, നമ്മളത് മുന്നിൽ നിന്ന് ഇന്നതാണെന്ന് പറയലും മാത്രമല്ലോ. സപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ആവാനും ഒക്കെ പറ്റൂ, ആവാനും ആക്കാനൊക്കെ പറ്റൂ. നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞു. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഇത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. കാരണം അങ്ങനെ മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നാളെ കാണാം.